Hi everyone, this is Abin Xavier. Welcome back to our channel. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ഡ്രസ്സിങ്ങിൽ നമ്മൾ ചെയ്യേണ്ട മോസ്റ്റ് 5 ടിപ്സ് ആണ്. ഈ ടിപ്സ് ഞാൻ പറയുന്നത് വേൾഡ് ലീഡിംഗ് ആയ മോഡൽസ് ഫോളോ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അധികം ലാഗ് വരുത്താതെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ. നമ്മുടെ ആദ്യത്തെ കാര്യമാണ് മേക്ക് യുവർ ഡ്രസ് വെൽ അയൺഡ്. നമ്മൾ ഒരു അയൺ ചെയ്ത ഷർട്ടും അല്ലെങ്കിൽ അയൺ ചെയ്യാത്ത ഷർട്ടും നമ്മളിടുമ്പോൾ നമുക്ക് തന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നുന്നൊരു ഫീലിംഗ് ഉണ്ട്. അയൺ ചെയ്യാത്ത ഷർട്ട് നമ്മളിടുമ്പോൾ ഇത് വേണ്ട, നമുക്ക് വേറൊരെണ്ണം ഇടാമെന്ന് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നും. പക്ഷേ നമ്മൾ വെൽ അയൺഡ് ആയ ഷർട്ട് ഇടുമ്പോൾ ഇത് മതി, ഇത് നമുക്ക് കുറച്ചും കൂടെ ഗുഡാണെന്ന് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ തോന്നും. അതാണ് ഞാൻ പറഞ്ഞത്, മേക്ക് യുവർ ഡ്രസ് വെൽ അയൺഡ്. നമ്മുടെ സെക്കൻഡ് ടിപ്പാണ് കറക്റ്റ് കളർ മാച്ച് ടു യുവർ സ്കിൻ ടോൺ. നമ്മുടെ സ്കിൻ ടോൺ അനുസരിച്ച് വേണം കളർ ചൂസ് ചെയ്യാൻ. നമ്മളെടുക്കുന്ന ഡ്രസ്സ് നമ്മുടെ സ്കിൻ്റെ കളർ ടോൺ അനുസരിച്ച് വേണം ചൂസ് ചെയ്യാൻ. നമ്മൾ കാണുന്ന മോഡൽസിൻ്റെ ഡ്രസ്സും കളറും നോക്കി നമ്മുടെ ചൂസ് ചെയ്താൽ നമുക്ക് ചിലപ്പോൾ അത് സ്യൂട്ടാവില്ല. കാരണം അത് അവരുടെ കളർ ടോൺ അനുസരിച്ചായിരിക്കും അവരുടെ ഡിസൈനേഴ്സ് ഡിസൈൻ ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ സ്കിൻ ടോൺ അനുസരിച്ച് വേണം നമ്മുടെ ഡ്രസ്സ് നമ്മൾ ചൂസ് ചെയ്യാൻ. നമ്മളിപ്പോൾ വൈറ്റൻസിൻ്റെ ഡ്രസ്സിങ് കോഡ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ചിലതൊക്കെ നമുക്ക് യൂസ് ആകും. പക്ഷേ നമ്മുടെ ഇന്ത്യൻ സ്കിൻ ടോൺ അനുസരിച്ച് നമുക്ക് സോളിഡായ കളേഴ്സാണ് കുറച്ചും കൂടെ മാച്ച് ആവുക. നമ്മുടെ തേർഡ് ടിപ്പാണ് മേക്ക് ഷുവർ യുവർ ഡ്രസ് ഫിറ്റ് പ്രോപ്പർലി. കാരണം ഓവർ ലൂസും ഓവർ ടൈറ്റും ആയ ഡ്രസ്സ് നമുക്ക് ഡിസ്കംഫോർട്ട് വരും. പക്ഷേ പ്രോപ്പർ ഫിറ്റായ ഡ്രസ്സാണ് നിങ്ങൾ ധരിക്കുന്നതെങ്കിൽ നമുക്ക് നമ്മുടെ ആ ലുക്കിൽ കുറച്ചും കൂടെ ഇമ്പ്രഷൻ വരുത്താനുള്ള ഒരു കാരണമായിരിക്കും. നമ്മളെ മറ്റുള്ളവർ കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ മറ്റുള്ളവർ നോക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കറക്റ്റ് ഫിറ്റായിരിക്കുന്ന ഒരു ഡ്രസ്സാണെങ്കിൽ അവരുടെ ഇമ്പ്രഷൻ കൂടും. നമ്മുടെ ഫോർത്ത് ടിപ്പാണ് മേക്ക് യുവർ ഓൺ പേഴ്സണൽ സ്റ്റൈൽ. കാരണം ഞാനിപ്പോൾ ഇട്ടിരുന്ന ഈ ഷർട്ട്, ഞാൻ ഇട്ടിരിക്കുന്ന ഈ ബനിയൻ, ഈ ഇട്ടിരിക്കുന്ന ടീഷർട്ട്, ഈ ഇട്ടിരിക്കുന്ന ഹുഡി വരെ നമ്മുടെ പേഴ്സണൽ ഫേവറേറ്റ് സ്റ്റൈലിങ്ങിൽ പെടും. നമ്മുടെ ഫിഫ്ത്ത് ആൻഡ് ദ ഫൈനൽ ടിപ്പാണ് കെയർ അബൌട്ട് യുവർ ഫുട്ട്. കാരണം നമ്മുടെ ഡ്രസ്സിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഫാക്ടറാണ് ഫുട്ട്. കാലിൽ നമ്മളിടുന്ന ഫുട്വെയർ ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ള സ്യൂട്ടും കോട്ടും ഇട്ടിട്ട് നമ്മുടെ സാൻഡിൽസും സ്ലിപ്പേഴ്സും ഇടുന്നത് ഒന്ന് ആലോചിച്ച് നോക്കി. നേരെ മറിച്ച് നമ്മൾ നല്ല മുണ്ടും ഷർട്ടും ഇട്ടിട്ട് നമ്മുടെ നീൻ്റെ അത്രയും വരുന്ന ഒരു ബൂട്ട്സ് ഇടുന്ന ആ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഡ്രസ്സിങ് ഫാക്ടറിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് ഫുട്ടിൽ നമ്മളിടുന്ന ആ ഒരു ഫുട് വെയർ. അപ്പോൾ ഡ്രസ്സിങ് എങ്ങനെയാണോ അതനുസരിച്ച് വേണം നമ്മൾ നമ്മുടെ ഫുട് വെയർ ചേഞ്ച് ചെയ്യാൻ. അപ്പോൾ ഇന്ന് പറഞ്ഞ നമ്മുടെ 5 ടിപ്പും നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാണ് ഞാൻ വിശ്വസിക്കുന്നു. ഹെൽപ്ഫുള്ളാണ്, ഐ നോ. ഇനി നാളെ നിങ്ങൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഓരോ ഷോപ്പിംഗ് മാളിൽ പോകുമ്പോഴും ഈ വീഡിയോ നിങ്ങളുടെ ഓർമ്മ വരണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണണമെങ്കിൽ മേക്ക് ഷുവർ സബ്സ്ക്രൈബ്. പിന്നെ ആ തൊട്ടുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെങ്കിൽ നമ്മൾ എപ്പോൾ ഇറങ്ങുന്ന വീഡിയോ ആണെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി ചെയ്യേണ്ട കാര്യം ഈ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ അവർക്കും ലഭിക്കുന്നതായിരിക്കും. നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഉണ്ടാവും. നേരെ അവിടെ പോയി നമ്മൾ ഫോളോ ചെയ്യുക. കാരണം ക്വിക്കും ഷോർട്ടുമായ എല്ലാ ഇൻഫർമേഷൻസും റീൽസിൻ്റെ രൂപത്തിൽ നമ്മൾ അവിടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വൺസ് അഗൈൻ ദിസ് ഈസ് Abin Xavier signing off.